ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ ഉള്ളങ്ങളിലെ ആത്മസന്തോഷമാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കാര്യം. പലപ്പോഴും നമുക്ക് അർഹമായ സ്ഥാനം ലഭിക്കാത്തതും നമ്മളെ പലരും പരിഗണിക്കാത്തതിൻ്റെയൊക്കെയും പേരിൽ തലകുമ്പിട്ടും അതുപോലെ നീരസപ്പെട്ടും നിരാശപ്പെട്ടുമൊക്കെയും ഈ ജീവിതം നശിപ്പിച്ച് കളയരുത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ യോഹന്നാൻ സ്നാപകൻ ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ 21-ാം വാക്യത്തിൽ പറയുന്നു, അവൻ വളരേണം, ഞാനോ കുറയണമെന്ന് ഉത്തരം പറഞ്ഞു. കർത്താവിൽ പ്രിയരെ, ഈ ഒരു വചനം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുക. ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളങ്ങളിൽ വളർത്തുവാൻ, അതായത് ക്രിസ്തുവിൻ്റെ ആ മനോഭാവം, ക്രിസ്തു എങ്ങനെയാണ്, കർത്താവായ യേശു ക്രിസ്തു എങ്ങനെയാണ് ഓരോ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എന്ന് വിശുദ്ധ വചനത്തിലൂടെ സുവിശേഷത്തിലൂടെ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന് അനേകം സ്നേഹിതരുണ്ടായിരുന്നു, കർത്താവായ യേശു ക്രിസ്തുവിന് ശിഷ്യന്മാരുണ്ടായിരുന്നു, കുടുംബം, ഇതെല്ലാം ഇവിടെയെല്ലാം എങ്ങനെയാണ് ക്രിസ്തു പെരുമാറിയെന്ന് നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ ശത്രുക്കളെ സ്നേഹിച്ചും അതുപോലെ തന്നെ പാപികളെ നേർവഴിക്ക് നടത്തിയും ഒക്കെയും ക്രിസ്തു തൻ്റെ ജീവിതം കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലും സ്വാർത്ഥതയ്ക്ക് പകരം, നമ്മളുടേതായ ചില തീരുമാനങ്ങൾക്ക് പകരം ക്രിസ്തുവിൻ്റെ മനോഭാവം വളർത്തുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അങ്ങനെ ഓരോ കാര്യങ്ങളെ കാണുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ക്രിസ്തു വളരുന്നതും നമ്മളുടേതായ സ്വാർത്ഥത കുറഞ്ഞു വരുന്നതും. അങ്ങനെ ഒരു വ്യക്തിത്വത്തിന് നമ്മൾ ഉടമകളാകുമ്പോൾ തീർച്ചയായിട്ടും ആത്മസന്തോഷവും അതുപോലെ തന്നെ നല്ല പ്രത്യാശയും നമുക്കുണ്ടാകും. ഈ വചനം കൊണ്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ.